നമസ്കാരം പ്രിയമുള്ളവരെ, അന്തർദേശീയ മാധ്യമങ്ങളുടെ കണ്ണോടിക്കുമ്പോൾ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ജൂണിൽ നടന്ന ഇസ്രായേലി ഇറാൻ സംഘർഷത്തോടനുബന്ധിച്ച് ഇസ്രായേലിന്റെ കുറച്ച് അത്യന്താധുനിക ഡ്രോണുകളും വിമാനങ്ങളും ഒക്കെ ഇറാൻ വെടിവെച്ചിട്ടതായി അവകാശപ്പെട്ടിരുന്നു. അത്തരത്തിൽ ചില ചിത്രങ്ങൾ ഇപ്പോൾ ഇസ്ഹാനിലെ ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ പുറത്തുവിടുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. ഇറാന്റെ ഔദ്യോഗിക ടെലിവിഷൻ കളിൽ ഒന്നായ ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷൻ പുറത്തുവിടുന്നു എന്നതുമായി ബന്ധപ്പെട്ടാണ്. അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ ടൈംസ് ഓഫ് ഇന്ത്യ പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ഫസ്റ്റ് കമൻ്റായിട്ട് ആ വീഡിയോ ദൃശ്യങ്ങൾ ചേർത്തിരിക്കാം. കാരണം ഇതിലത് എഡിറ്റ് ചെയ്യുന്നത് ചേർക്കുന്നത് ഒരു പക്ഷേ എൻ്റെ ചാനലിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട്, കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഒക്കെ വരുന്നത് കൊണ്ട് ഞാൻ അത് ഫസ്റ്റ് കമൻ്റായി ചേർത്തിരിക്കാം. എന്തായാലും കൂടുതൽ തെളിവുകൾ ഇറാൻ പുറത്തുവിടുന്നു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇസ്രായേലി ഡ്രോണായ ഹെർമീസ് 900 UAVയുടെ ദൃശ്യങ്ങൾ, തകർന്നു കിടക്കുന്ന ദൃശ്യങ്ങൾ ഇറാനി സ്റ്റേറ്റ് ടെലിവിഷൻ പുറത്തുവിടുന്നുണ്ട്. ജൂൺ 18-ന് ഇത്തരം ഒരു UAV വെടിവെച്ചിട്ടതായിട്ട് ഇറാൻ അവകാശപ്പെട്ടിരുന്നു. ഇത്തരം 8 UAVകളാണ് ഇറാൻ വെടിവെച്ചിട്ടതായി അവകാശപ്പെടുന്നത് എന്ന നിഗമനം ഇപ്പോൾ മാധ്യമങ്ങൾ നടത്തുന്നുണ്ട്. ഇസ്രായേലി ഒഫീഷ്യലുകളുടെ ഒരു ക്ലാരിഫിക്കേഷൻ വരുന്നത് ഇതിൻ്റെ ഡാറ്റയൊന്നും ലീക്കേജ് ചെയ്തിട്ടില്ല എന്നതുമായി ബന്ധപ്പെട്ടാണ്. പക്ഷേ ഇറാന്റെ റിവേഴ്സ് എഞ്ചിനീയറിംഗ് അത് ലോകോത്തരമാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൻ്റെ എന്തെങ്കിലും ആയുധങ്ങളൊക്കെ കിട്ടിയാൽ അതിൽ നിന്ന് അതിൻ്റെ ടെക്നോളജി കണ്ടുപിടിച്ച് ഇറാൻ അവരുടെ തനതായ ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. അത് ഇറാൻ വളരെ അഗ്രഗണ്യരാണ് എന്ന രീതിയിലുള്ള നിഗമനങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. ഇങ്ങനെ ഒരു UAV ഇറാന്റെ കയ്യിൽ അകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇറാൻ അതിൽ നിന്ന് അതിൻ്റെ ടെക്നോളജിയൊക്കെ മനസ്സിലാക്കി അത്യന്താധുനികമായ മറ്റൊരു രീതിയിൽ ഇറാൻ്റെതായ ചില പൊടിക്കൈകളൊക്കെ ചേർത്ത് മറ്റൊരു രീതിയിൽ അത് വികസിപ്പിച്ചെടുക്കുവാനുള്ള സാധ്യതകളുമുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അതുമായി ബന്ധപ്പെട്ട ചില വാർത്തകളൊക്കെ വിശകലനം ചെയ്തിരുന്നു. കാരണം അമേരിക്ക ഈ അഫ്ഗാൻ പ്രശ്നമുണ്ടാകുന്ന സമയത്ത്, അമേരിക്ക അഫ്ഗാനിസ്ഥാൻ താലിബാൻ ഇഷ്യൂസ് ഉണ്ടാകുന്ന സമയത്ത് താലിബാന്റെ രഹസ്യങ്ങൾ ചോർത്തുന്നതിന് വേണ്ടി അമേരിക്ക വിക്ഷേപിച്ച ചില MQ-9 ഡ്രോണുകളാണ്, റീപ്പറുകളിൽ നിന്നാണ് ഇറാൻ അവരുടെ അത്യന്താധുനിക ഡ്രോണുകൾക്ക് ആവശ്യമായ സാങ്കേതിക മികവുള്ള കാര്യങ്ങളൊക്കെ കരസ്ഥമാക്കിയെന്ന ചില നിഗമനങ്ങളുണ്ടായിരുന്നു. കാരണം ഇറാൻ അഫ്ഗാനിസ്ഥാൻ അതിർത്തിയിൽ പാഞ്ഞു നടന്ന ഇത്തരം ഡ്രോണുകൾ ഇറാൻ കരസ്ഥമാക്കിയിട്ടാണ് ഇറാൻ അവരുടെ ഡ്രോണുകൾക്ക് കൂടുതൽ ഡെവലപ്മെൻറ്റ് നൽകിയത്, ടെക്നോളജികൾ മനസ്സിലാക്കിയത് എന്നുള്ള ചില നിഗമനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ ഇറാൻ അവരുടെ ഔദ്യോഗിക വാർത്താ ഏജൻസികളിലൂടെ ഇസ്രായേലിൽ നിന്ന് ഇസ്രായേൽ ഇറാൻ യുദ്ധസമയത്ത് ഇസ്രായേലിൻ്റെതായി ഇറാൻ വെടിവെച്ചിട്ട ചില UAVകളുടെ ഒക്കെ പ്രദർശനം നടത്തുന്നുണ്ട്. അത് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. F-35 യുദ്ധവിമാനങ്ങളും ഇറാൻ വെടിവെച്ചിട്ടു എന്ന് അവകാശപ്പെട്ടിരുന്നു. അതിൻ്റെ കൂടുതൽ തെളിവുകളും ഇറാൻ പുറത്തുവിടും എന്ന രീതിയിലുള്ള ചില നിഗമനങ്ങളൊക്കെ നടത്തുകയാണ്. എന്തായാലും ഇപ്പോൾ ഇറാൻ അവരുടെ സ്റ്റേറ്റ് ടെലിവിഷനിൽ കൂടി ഇസ്രായേലി UAVകൾ വെടിവെച്ച് ഇട്ടതിൻ്റെ ദൃശ്യങ്ങൾ, ഒരുപക്ഷെ ചില നിഗമനങ്ങൾ പ്രകാരം അത് കൂട്ടിയിടിച്ച് തകർന്നു പോയതാകാം. കാരണം വാർ ഹെഡുകളിൽ ബോംബുകൾ ഘടിപ്പിച്ചിരുന്നില്ല, എന്നാൽ ബോംബുകൾ ഇതിലുണ്ടായിരുന്നു, UAVകളിൽ ഉണ്ടായിരുന്നു എന്ന നിഗമനം വരികയാണ്. എന്തായാലും ഇറാൻ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തുവിടും എന്ന നിഗമനത്തിൽ തന്നെയാണ് അന്തർദേശീയ മാധ്യമങ്ങൾ. തൽക്കാലം ഈ വീഡിയോ വാങ്ങുന്നു. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.